9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി 5th ചാപ്റ്റർ ആസിഡ്സ് ബേസസ് സോൾട്ട്സ് അതിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആസിഡ്സ് എന്താന്ന് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ആസിഡ്സിന്റെ ബേസിസിറ്റി ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിസിറ്റി ഓഫ് ആസിഡ്സ്. അപ്പോൾ അതെന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ HClന്റെ അയണൈസേഷൻ നടക്കുന്ന ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. HCl അയണൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിട്ട് മാറും? HCl ഗീവ്സ് H++Cl- അയോൺസ്. H+ അയോൺസ് ആയിട്ട് മാറും, ദെൻ Cl- അയോൺസ് ആയിട്ട് മാറും HCl അയണൈസ് ചെയ്യുമ്പോൾ. ഹൗ മെനി ഹൈഡ്രജൻ അയോൺസ് ആർ റിലീസ്ഡ് when one molecule of HCl is ionized? ഒരു മോളിക്യൂൾ HCl അയണൈസ് ചെയ്യുമ്പോൾ എത്ര H+ അയോൺസ് ആണ് കിട്ടുന്നത്? എത്ര എണ്ണമാണ് ഇവിടെ കിട്ടിയത്? ഒരു H+ അയോൺസ് അല്ലേ? അപ്പോൾ 1 H+ അയോൺസ്. ഇനി എന്താണ് ബേസിസിറ്റി എന്ന് പറയുന്നു? The number of hydrogen ions that can be donated by one molecule of an acid is its basicity. Basicity എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂൾ ആസിഡ് അയണൈസ് ചെയ്യുന്ന സമയത്ത് എത്ര നമ്പർ ഹൈഡ്രജൻ അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും നമ്പറിനെയാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. HCl എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് അയണൈസ് ചെയ്തപ്പോൾ ഒരു H+ അയോൺ ആണ് ഡൊണേറ്റ് ചെയ്തത്. എത്ര H+ അയോൺസ് ഡൊണേറ്റ് ചെയ്യുന്നോ ആ നമ്പറിനെയാണ് നമ്മൾ അതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു H+ അയോൺസ് ആയതുകൊണ്ട് അതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് ഈസ് 1. ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ് ഈസ് കോൾഡ് മോണോ ബേസിക് ആസിഡ്. അപ്പോൾ ബേസിസിറ്റി 1 ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് മോണോ ബേസിക് ആസിഡ്. അപ്പോൾ HCl എന്ന് പറയുന്നത് ഒരു മോണോ ബേസിക് ആസിഡ് ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. റൈറ്റ് അയണൈസേഷൻ ഇക്വേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് HNO3. HNO3 അയണൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിട്ട് കിട്ടും? HNO3 അയണൈസ് ചെയ്യുമ്പോൾ H+ അയോൺസും NO3- അയോൺസും കിട്ടും. ഇവിടെ എത്ര H+ അയോൺസ് കിട്ടി? 1 അല്ലെ? അപ്പോൾ അതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ബേസിസിറ്റി എന്ന് പറയുന്നത് 1. ബേസിസിറ്റി 1 ആയതുകൊണ്ട് HNO3 നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് എന്ത് ആസിഡാണ്? മോണോ ബേസിക് ആസിഡ്. നമ്മൾ രണ്ടെണ്ണം കണ്ടു, HCl കണ്ടു, HNO3 നൈട്രിക് ആസിഡ് കണ്ടു. അടുത്തൊരു ഇക്വേഷൻ കാണാൻ പോവാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ അയണൈസേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സൾഫ്യൂരിക് ആസിഡിന്റെ അയണൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് H++ ഒരു H+ ആയി, ദെൻ ബാക്കി എന്തുണ്ട്? HSO4-. ഇനി ഈ HSO4- പിന്നെയും അയണൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അയണൈസ് ചെയ്യാം. HSO4 ഗീവ്സ്, ഇതിൽ നിന്ന് ഒരു H കൂടെ പോവും, H++ SO4-. അപ്പൊ ഇവിടെ ടോട്ടലി എത്ര H+ അയോൺസ് ഉണ്ട്? ഇതിന് സൾഫ്യൂരിക് ആസിഡിന് എത്ര H+ അയോൺസ് ഡൊണേറ്റ് ചെയ്യാൻ കഴിഞ്ഞു? 2 H+ അയോൺസ് അല്ലെ? ഇതിനെ ഒന്നാക്കി നമുക്ക് എഴുതാം കേട്ടോ. എങ്ങനെ എഴുതാൻ പറ്റും? H2SO4 ഗീവ്സ്, ഈ 2 H+നും 2 H+ എന്ന് എഴുതിയാൽ മതി, SO4-. ഇങ്ങനെ എഴുതിയാലും മതി ഇക്വേഷൻ. അപ്പൊ നമുക്ക് എത്ര H+ അയോൺസ് ഡൊണേറ്റ് ചെയ്തു? 2. അപ്പോൾ ഇതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ബേസിസിറ്റി 2 ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഡൈബേസിക് ആസിഡ്. ഡൈബേസിക് ആസിഡ് ബേസിസിറ്റി 1 ആയിരുന്നപ്പോൾ അത് മോണോ ബേസിക് ആസിഡ് എന്ന് പറഞ്ഞു. ബേസിസിറ്റി 2 ആയപ്പോൾ ഡൈബേസിക് ആസിഡ്. അപ്പോൾ H2SO4 സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഡൈബേസിക് ആസിഡ് ആണ്. ഡൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 അല്ലെ? ഡയറ്റോമിക്, മോണോ ആറ്റോമിക്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. മോണോ എന്ന് പറയുമ്പോൾ 1 മീൻ ചെയ്യുന്നത്, ഡൈ എന്ന് പറയുമ്പോൾ 2. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. H2SO4ന്റെ അയണൈസേഷൻ, അതിൽ എത്ര H+ അയോൺസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു 2 H+ അയോൺസ്. അതിന്റെ ബേസിസിറ്റി എത്രയാണ്? 2. ബേസിസിറ്റി 2 ആകുമ്പോൾ അത് ഡൈബേസിക് ആസിഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഒരു ആസിഡിന് കൂടെ ഫോസ്ഫോറിക് ആസിഡ് H3PO4. അതിന്റെ അയണൈസ് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതാം? H3PO4 നമുക്ക് നോക്കാം. H3PO4 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 3 ഇക്വേഷൻ എഴുതുന്നതിന് പകരം നമുക്ക് ഒന്നിച്ച് എഴുതാലോ. 3H++ PO4 3-. അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എഴുതിയതുപോലെ ഓരോ ഹൈഡ്രജൻ റിലീസ് ചെയ്ത് 3 ഇക്വേഷൻ ആയിട്ടും എഴുതാം കേട്ടോ.
ഇവിടെ ഫോസ്ഫോറിക് ആസിഡ് എത്ര H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്? 3 H+ അയോൺസ് അല്ലെ. 3 H+ അയോൺസ് ആകുമ്പോൾ അതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ബേസിസിറ്റി 3. ആസിഡ് എത്ര H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആ നമ്പറിനെയാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ബേസിസിറ്റി 3 ആയതുകൊണ്ട് ഇത് എന്ത് ആസിഡാണ്? ട്രൈ ബേസിക് ആസിഡ്. ട്രൈ ബേസിക് ആസിഡ്. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ട്രൈ എന്ന് പറഞ്ഞാൽ 3 എന്ന അർത്ഥം. നേരത്തെ നമ്മൾ ബേസിസിറ്റി 2 കിട്ടിയപ്പോൾ ഡൈ ബേസിക് ആസിഡ് എന്ന് പറഞ്ഞു. ഇവിടെ ബേസിസിറ്റി 3 വന്നപ്പോൾ ട്രൈ ബേസിക് ആസിഡ്. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫോറിക് ആസിഡ് 3 H+ അയോൺസും PO4 3- ഫോസ്ഫേറ്റ് അയോണുമായിട്ട് മാറും. അതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 3 ആണ്. 3 ബേസിസിറ്റി വന്നതുകൊണ്ട് ദീസ് ആസിഡ്സ് ആർ കോൾഡ് ട്രൈ ബേസിക് ആസിഡ്. Then the chemical formula of some acids are given in the box. Pick out monobasic and dibasic acid. ഇതിൽ നിന്ന് മോണോബേസിക്കും ഡൈബേസിക്കും ആയിട്ടുള്ള ആസിഡ്സിനെ എടുത്തെഴുതുക. അപ്പൊ ഇത് ഓരോന്നായിട്ട് എടുത്തെഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, H2CO3 ഇതിന് അയണൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? 2 H+ അയോൺസ് കിട്ടും അല്ലെ. 2 H+ അയോൺസ് കിട്ടും. ദെൻ CO3 2-. അപ്പൊ 2 H+ കിട്ടും. H+ കിട്ടുന്ന മാത്രം നമുക്ക് നോക്കിയാൽ മതി. 2 H+ കിട്ടും. CO3 2- കിട്ടും. ഇവിടെ 2 H+ ആണ്. അപ്പൊ ഇത് എന്ത് ആസിഡാണ്? ഡൈബേസിക് ആസിഡാണ്. ഇവിടെ നമുക്ക് മോണോബേസിക്കും ഡൈബേസിക്കും ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഡൈബേസിക് ആസിഡ്. then HNO3 എങ്ങനെ അയണൈസ് ചെയ്യാം? H+ ആയിട്ട് മാറും. NO3- ആയിട്ട് മാറും. ഇവിടെ എത്ര H+ ഉണ്ട്? 1 H+ ആണ്. അപ്പൊ അതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത് മോണോബേസിക്. H3PO4 നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. H3PO4ൽ 3 H+ ആണ്. അതുകൊണ്ട് നമ്മൾ ട്രൈ ബേസിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. നമുക്കപ്പോ നോക്കണ്ട, മോണോബേസിക്കും ഡൈബേസിക്കും മാത്രം എഴുതിയാൽ മതിയല്ലോ. ഇത് ട്രൈ ബേസിക് ആസിഡ് ആണ്. 3 ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. then H2SO3 ഇതാണെങ്കിലോ 2 H+, 2 H+, SO3 2-. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഡൈബേസിക് ആസിഡ് ആണ്. then HCl നമുക്കറിയാലോ. HCl എങ്ങനെയൊക്കെയായിട്ട് മാറും? H+ഉം Cl-ഉം. then ഇവിടെ ഒരു ഹൈഡ്രജൻ ആണ്, ഒരു H+ അയോൺസിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മോണോ ബേസിക് ആസിഡ്. then H2SO4 നമ്മൾ നേരത്തെ കണ്ടതാണ്. H2SO4 ആണെങ്കിലോ 2 H+ഉം SO4 2- ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജന് H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡൈബേസിക് ആസിഡ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ബേസിസിറ്റി എന്താന്ന് കണ്ടു. മോണോബേസിക് ആസിഡ്സ് കണ്ടു, ഡൈബേസിക് കണ്ടു, ട്രൈബേസിക് കണ്ടു. അതിന്റെ എക്സാമ്പിൾസും കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്. Generally, compounds formed by the reaction of non-metallic oxides with water are acidic. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ഇതൊക്കെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്നതാണ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്. ഈ കാർബൺ, സൾഫർ, നൈട്രജൻ ഇതൊക്കെ നോൺ മെറ്റൽ ആണെന്ന് നമ്മൾ പഠിച്ചല്ലോ പീരിയോഡിക് ടേബിളിൽ. അപ്പോൾ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് ആകുമ്പോൾ അത് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയും. ഈ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്കൊന്ന് എഴുതി പഠിച്ചു നോക്കാം. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് അതായത് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് അതുപോലത്തെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് കിട്ടുമല്ലോ. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. അസിഡിക് പ്രോഡക്റ്റ് ആണ് സാധാരണയായിട്ട് കിട്ടുന്നത്. ഇവിടെ നോക്കാം, എക്സാമ്പിൾ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബോണിക് ആസിഡ് കിട്ടും. നമുക്കറിയാം ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് എന്താണ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്? സോഡാ വാട്ടർ. നല്ല പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാണ് സോഡാ വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോഡാ വാട്ടർ എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്. അസിഡിക് നേച്ചറുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോൺ മെറ്റാലിക് ഓക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു അസിഡിക് സ്വഭാവമുള്ള പ്രോഡക്റ്റ് ആണ്.
Then similarly complete the equation of dissolution of sulfur dioxide in water. സൾഫർ ഡയോക്സൈഡ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, സോഡ വാട്ടർ കിട്ടി. ദെൻ സൾഫർ ഡയോക്സൈഡ് അതുപോലെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ എന്താ കിട്ടുന്നത് നോക്കാം. സൾഫർ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ കിട്ടിയത് സൾഫ്യൂറസ് ആസിഡ്. കണ്ടോ, അതും ആസിഡാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ, അതായത് വ്യാവസായികമായിട്ട് ഓരോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആ സ്ഥലങ്ങളിൽ, ഇനി എയർ പൊല്യൂഷൻ കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സൾഫർ ഡയോക്സൈഡ്, നമ്മളിപ്പോൾ പഠിച്ച മെറ്റാലിക് ഓക്സൈഡ്സ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഇതൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ധാരാളമായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ക്ലൗഡ്സ് ഉണ്ടല്ലോ, ഈ ക്ലൗഡ്സിലേക്ക് ഇത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ ക്ലൗഡ്സിൽ നിന്ന് മഴയായിട്ട് വരില്ലേ, ദീസ് ഗ്യാസസ് dissolve in rainwater and reach the soil as acids. ആസിഡ് ആയിട്ട് സോയിലിലേക്ക് വരും. ഈ മണ്ണിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത് ആസിഡ് ആയിട്ടാണ്. ദിസ് ഈസ് നോൺ ആസ് ആസിഡ് റെയിൻ. ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? ആസിഡ് റെയിൻ. കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഫാക്ടറീസിൽ നിന്നൊക്കെ പോകുന്ന പുകയിൽ നിന്ന് അസിഡിക് ഓക്സൈഡ് സച്ച് ആസ് സൾഫർ ഡയോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എറ്റ്സെട്ര ആർ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ഗ്യാസസ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് അതുപോലത്തെ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ദീസ് ഗ്യാസസ് ആർ ക്യാരിഡ് ബൈ ദ വിൻഡ്സ്. അപ്പോൾ ഈ കാറ്റില് ഈ ഗ്യാസസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഗ്യാസസ് ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ ടു ഫോം ആസിഡ് റെയിൻ. എന്നിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ ഗ്യാസസ്, ഇതുപോലെയുള്ള ഗ്യാസസ് ആ മഴവെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അത് ഭൂമിയിലേക്ക് വരും. അതാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ആസിഡ് റെയിൻ വഴി നമ്മുടെ എൻവയോൺമെന്റിന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ലോസ് ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ് ആസ് ദെയർ ലീവ്സ് ആർ ഡിസ്ട്രോയിഡ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലാന്റ്സ് ഒക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അതിന്റെ ലീവ്സിൽ വെച്ചിട്ടാണ്, അല്ലെ? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ ലീവ്സിൽ വെച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടറും മിനറൽസും എല്ലാം കൊണ്ട് ലീവ്സിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ്, പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോസിന്തസിസ് നടത്താനുള്ള പ്ലാന്റ്സിന്റെ എബിലിറ്റി കുറയും ഈ ആസിഡ് റെയിൻ കാരണം. ആസിഡ് റെയിൻ സംഭവിക്കുന്ന സമയത്ത്, ആസിഡ് റെയിൻ വരുമ്പോൾ ഈ ലീവ്സ് ഒക്കെ നശിച്ചു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. അതാണ് ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, സിവിയർ ആസിഡ് റെയിൻ ഡിസ്ട്രോയ്സ് ദ ഗ്രീനറി ഓഫ് എ റീജിയൻ. സിവിയർ ആയിട്ടുള്ള ആസിഡ് റെയിൻ ആണെങ്കിൽ ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തെ മുഴുവൻ അത് നശിപ്പിക്കും. ദ അസിഡിക് നേച്ചർ ഓഫ് വാട്ടർ കോസസ് ദ ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫിഷ് ആൻഡ് കോറൽസ്. ഇനി ഈ ആസിഡ് റെയിൻ വരുമ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, വാട്ടറിലും അത് വരും, അല്ലെ? ജലാശയങ്ങളുണ്ട്, നദികളുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും ഈ ആസിഡ് റെയിൻ വന്ന് പതിക്കുമ്പോൾ അവിടെയുള്ള ഫിഷും കോറൽസ്, പവിഴപ്പുറ്റുകളും എല്ലാം നശിക്കുന്നതിന് ഈ ആസിഡ് റെയിൻ കാരണമാകും. Then what measures are to be taken against the environmental issues caused by acid rain? അപ്പോൾ ആസിഡ് റെയിൻ വഴി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക്, ഈ പ്രോബ്ലങ്ങൾക്ക് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് പറഞ്ഞിരിക്കുന്നത്, റെഡ്യൂസ് ദ എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറയ്ക്കാം. ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഫ്യൂവൽസ് ലൈക്ക് കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസസ് എറ്റ്സെട്ര. കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ, ഫോസിൽ ഫ്യൂവൽസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. റെഡ്യൂസ് ദ എക്സസീവ് യൂസ് ഓഫ് fossil fuels. Then before using fossil fuels, remove sulfur compounds from them as far as possible. ഇനി അങ്ങനെ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ സൾഫർ കോമ്പൗണ്ട്സ്, അതിനകത്തു നിന്നുള്ള സൾഫർ കോമ്പൗണ്ട്സ് പരമാവധി നീക്കം ചെയ്തിട്ട്, മാറ്റിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ബേസിസിറ്റി ഓഫ് ആസിഡ്സ് എന്തായിരുന്നു? നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഡൊണേറ്റഡ് ബൈ 1 മോളിക്യൂൾ ഓഫ് ആൻ ആസിഡ്. ഒരു ആസിഡ് അയണൈസ് ചെയ്യുന്ന സമയത്ത് എത്ര ഹൈഡ്രജൻ അയോൺ ഡൊണേറ്റ് ചെയ്യുന്നോ ആ എണ്ണമാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ബേസിസിറ്റി 1 ആയിരുന്നപ്പോൾ അത് മോണോബേസിക് ആസിഡ്, എക്സാമ്പിൾ HCl, HNO3. ബേസിസിറ്റി ഓഫ് ആസിഡ് 2, ബേസിസിറ്റി 2 ആകുമ്പോൾ ഡൈബേസിക് ആസിഡ്, ഒരു എക്സാമ്പിൾ എന്തായിരുന്നു? സൾഫ്യൂറിക് ആസിഡ് H2SO4. ദെൻ 3 ആണെങ്കിൽ, ബേസിസിറ്റി 3 ആണെങ്കിൽ ട്രൈബേസിക് ആസിഡ്, എക്സാമ്പിൾ എന്തായിരുന്നു? H3PO4.
പിന്നെ നമ്മൾ പഠിച്ചത് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എങ്ങനെയായിരുന്നു? ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെയുള്ള സൾഫർ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഒത്തിരി ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെയുള്ള സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് അതൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ദെൻ റെയിൻ ചെയ്യുന്ന സമയത്ത്, മഴ വരുന്ന സമയത്ത് ഈ ഗ്യാസസ് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ആ റെയിൻ എന്താകും? ആസിഡ് റെയിൻ ആയിട്ട് ഭൂമിയിലേക്ക് പതിക്കും. ഇനി ഈ ആസിഡ് റെയിൻ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ്, ഇനി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കലീസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്